ഒരുപാട് വൈരുദ്ധ്യങ്ങൾ സമ്മേളിച്ച ഒരു സിനിമയാണ് പുഴുവെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം വളരെ പൊളിറ്റിക്കലായിട്ടുള്ള സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഒരു തീം ഒരു സൂപ്പർ സ്റ്റാറിനെ കൊണ്ട് സൂപ്പർ സ്റ്റാറിനെ ഭാഗഭാക്കാക്കിക്കൊണ്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യം. അതുപോലെ തന്നെ വളരെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിനിമ കൂടിയാണത്. പക്ഷെ അത് കൊമേഴ്ഷ്യലായിട്ടാണ് അത് പ്രസൻറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ആ സമയത്ത് ഏറ്റവും കൂടുതൽ സമൂഹ മാധ്യമങ്ങളിലും മറ്റും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളൊരു കാര്യമായിരുന്നു, ആളുകൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെട്ടുള്ള ഒരു കാര്യമായിരുന്നു പാർവതിയും മമ്മൂട്ടിയും തമ്മിലുള്ള ചില വിഷയങ്ങൾ എന്ന് പറയുന്നത്. അപ്പം അവരെ രണ്ടുപേരെയും ഉൾച്ചേർത്തും കൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ആ സിനിമ ചെയ്യാമെന്ന് പറയുന്നത്. അങ്ങനെ പലതരത്തിലുള്ള ഈ വൈരുദ്ധ്യങ്ങൾ സമ്മേളിച്ചുകൊണ്ടുള്ള ആ ഒരു സിനിമ, അതും ആദ്യ സിനിമയായിട്ട് എങ്ങനെ ഇത്ര ഈസിയായി സാധ്യമായി എന്നുള്ളതിൽ നമുക്ക് സംസാരിച്ചു തുടങ്ങാമെന്ന് കരുതി. നമസ്കാരം. ആദ്യം തന്നെ അതത്ര ഈസി അല്ല. അത് ഒരു സിനിമ സംവിധാനം ചെയ്ത ആരോട് ചോദിച്ചാലും സിനിമ സംവിധാനം ചെയ്യുക, ആദ്യ സിനിമ സംഭവിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഈസിയായ കാര്യമല്ല. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൂടെ ഉള്ളത് കൊണ്ട് അത് ഒട്ടും ഈസിയായ ഒരു കാര്യമല്ലായിരുന്നു. അപ്പം സിനിമയുടെ കഥ കേൾക്കുന്നു, അത് യാദൃശ്ചികമായിട്ടാണ് പുഴു സംഭവിച്ചത്. ആക്ച്വലി ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, ആദ്യം ചെയ്യാനിരുന്ന സിനിമ ഞാനൊരു കമേഴ്ഷ്യൽ സിനിമയുടെ അങ്ങനെ പറയാൻ പറ്റില്ല, പക്ഷേ എന്നാലും ഞാൻ സിനിമ ചെയ്തിട്ടുള്ളത് കൂടുതലും ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള അത്രയും കാലം വർക്ക് ചെയ്തൊക്കെയും കുറച്ചുകൂടെ മുഖ്യധാരാ സിനിമകളായിരുന്നു, കമേഴ്ഷ്യൽ സിനിമകളായിരുന്നു, വലിയ സ്റ്റാർസിനെ വെച്ചൊക്കെ ചെയ്ത സിനിമകളുടെ ഭാഗമായിരുന്നു ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനത്തെ ഒരു സിനിമയായിരുന്നു ആലോചിച്ചതും. തിയേറ്ററിൽ വിസിലടിക്കുന്ന നമ്മൾ ടിക്കറ്റ് കീറി എറിയുന്ന സിനിമ എന്നുള്ളതാണ് എൻ്റെ ആ സമയം. അങ്ങനെ ആലോചിച്ചാണ് ഞാൻ സിനിമ പ്ലാൻ ചെയ്ത് തുടങ്ങിയത്. പക്ഷേ എപ്പോഴോ അത് ഈ കോവിഡ് കാലം വന്ന് നമുക്ക് അത്തരം സിനിമകൾക്കുള്ള ഒരു സാധ്യത ഇല്ല എന്ന് തിരിച്ചറിഞ്ഞ ഒരു മൊമെൻ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു തിരിച്ചറിയലും അതിൽ നമ്മൾ മറ്റൊരു സിനിമയെ ഇപ്പോൾ ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് കണ്ടെത്തിയാൻ ചെയ്യാൻ സാധിച്ചത് ഞാൻ പ്രൊഡക്ഷൻ മേഖലയിലാണ് കൂടുതലും വർക്ക് ചെയ്തിട്ടുള്ളത്. അത് സിനിമയുടെ മാർക്കറ്റിംഗ്, പ്രൊഡക്ഷൻ, ആ മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ട് സിനിമയുടെ ബിസിനസ്സാണ് ഞാൻ കൂടുതലും പഠിച്ചത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അവസരം ഇനി വരണമെങ്കിൽ ഈ പാൻഡമിക് കഴിയണം. ഞാൻ വിചാരിച്ച അപ്പം ഞാൻ ആദ്യം ആലോചിച്ചത് ഈ പാൻഡമിക് കാലത്ത് ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമ, അവരിലോട്ട് കുറച്ചും കൂടെ ചിലവ് ചുരുക്കി, അല്ലെങ്കിൽ അത്ര വലിയ ഞാൻ ആഗ്രഹിച്ച വലിയൊരു സ്കെയിലിലല്ലാത്ത ഒരു സിനിമയ്ക്ക് ഇവിടെ സാധ്യതയുള്ളൂ എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. അത് ചർച്ച ചെയ്തപ്പോഴും ഓക്കെ, മറ്റൊരു സിനിമയിലോട്ട് വരാം എന്ന് പറയുമ്പോൾ ഈ ഒരു കഥ കേൾക്കുന്നു. ഈ കഥ അതാണ് അതിൻ്റെ സത്യസന്ധമായ ഒരു കാര്യം. രണ്ടാമത് ഈ കഥ കേൾക്കുമ്പോൾ ഞാനൊരിക്കലും അന്നേരം ഇങ്ങനെയൊരു സിനിമയാണ്, ഈ ഒരു ഇത്രയും പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് അതിനുണ്ട് എന്നൊന്നും അറിഞ്ഞല്ല. ഞാൻ കഥ കേട്ടപ്പം ഞാൻ 2 ദിവസം ഞാനത് തന്നെ ആലോചിക്കുമായിരുന്നു. കാരണം ഇങ്ങനൊരു സബ്ജക്റ്റ് നമ്മളൊരു വലിയ താരത്തെ വെച്ചോ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ക്യാൻവാസിലോ ഒന്നും ആരും സാധാരണ പറയാറില്ല. അപ്പം അതിന് ഓക്കെ, ഇത് അങ്ങനെ പറഞ്ഞാലേ ഈ കഥ പ്രേക്ഷകരിലോട്ട് കൂടുതലും അങ്ങനത്തെ സിനിമകളാണല്ലോ നമ്മളുടെ ഇടയിലേക്ക് വരുന്നത്. നമ്മൾ സാധാരണക്കാരുടെ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ തിയേറ്ററിൽ വരുന്ന അല്ലെ കൊമേഴ്ഷ്യലി താരങ്ങൾ അഭിനയിക്കുന്ന സിനിമകൾ കാണുന്നവരാണ് ഭൂരിപക്ഷവും. അത് നമുക്ക് തിരുത്താൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല, അതൊരു സത്യമാണ്, റിയാലിറ്റിയാണത്. അപ്പം അങ്ങനെ ഒരു രീതിയിൽ ഈ സിനിമ വന്നാൽ ഇതിന് കൂടുതൽ ആളുകൾ കാണും, ഇത് പറയേണ്ട കഥയാണ്, ഇത് ആളുകളിലേക്ക് എത്തേണ്ട സിനിമയാണ് അത് നിങ്ങൾക്ക് ഈ സിനിമ കണ്ടപ്പോൾ ഉണ്ടായ അതേ ഒരു ഭാരവും ഫീലും ഒക്കെ എനിക്കും അത് കേട്ടപ്പോൾ ഉണ്ടായി. അപ്പം ഞാൻ ഓക്കെ, ഈ സിനിമ ചെയ്യണം, ഈ സിനിമ സംഭവിക്കേണ്ടതാണ് എന്ന് തീരുമാനിക്കുന്നു. അപ്പം ഞാൻ ഇതുപോലെ മമ്മൂക്കയെ സമീപിച്ച് ഈ കഥ, ഓൾറെഡി മമ്മൂക്ക ഈ കഥയെക്കുറിച്ച് അറിയാം, കാരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അർഷദ്ക്ക് എപ്പോഴും ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അന്ന് അതത്ര അവർ ചർച്ച ചെയ്യുകയൊന്നും ചെയ്തില്ല, മുന്നോട്ട് പോയതുമില്ല അത്. അപ്പം ഞാൻ ഈ കഥ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇത് സിനിമയാക്കാൻ ആഗ്രഹമുണ്ട്, ഇത് എനിക്ക് വളരെ എനിക്ക് ഇമോഷണലി എനിക്കത് വളരെ അടുത്ത് നിൽക്കുന്നതായിട്ട് തോന്നുന്നു എന്ന് പറഞ്ഞപ്പോൾ പുള്ളി അത് കഥ ഫുള്ള് കേട്ട സമയത്ത് മറ്റൊന്നും പറഞ്ഞില്ല, ഇതൊരു നല്ല സിനിമയായിരിക്കും, നമുക്കിത് ചെയ്യാം എന്ന് പറഞ്ഞുള്ളൂ. കൂടുതൽ ഭയങ്കര പ്രശ്നങ്ങളൊന്നും അവിടെയൊന്നും ഉണ്ടായില്ല. ഓക്കെ, അത് തീരുമാനിക്കുന്നു. അപ്പം അതിൽ ഭാരതി എന്ന കഥാപാത്രത്തിനെ അഭിനയിക്കാൻ ഏതൊരു സിനിമയിലും നമ്മൾ അടുത്ത കഥാപാത്രം നമ്മൾ കാസ്റ്റിംഗ് ചെയ്യുമല്ലോ, അതുപോലുള്ളൊരു പ്രോസസ്സാണ് ഇതിലും നടന്നത്. ഈ പറയുന്ന പോലത്തെ സംഭവം. കാരണം എനിക്ക് പാർവതിയും എൻ്റെ സുഹൃത്താണ്. ഞങ്ങൾ നേരത്തെ ഒരു സിനിമ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്, സംവിധാനമല്ല മറ്റ് പ്രൊഡക്ഷനിൽ.
ഉയരെ എന്ന് പറഞ്ഞ സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിരുന്നു ഞാൻ. അപ്പം ഞങ്ങൾക്ക് നേരത്തെ അറിയാം. അപ്പം ഞാൻ ഓക്കെ, പാർവതി കോഴിക്കോടുണ്ട്, അപ്പം കോവിഡ് സമയമാണ്, ഞങ്ങളെല്ലാവരും വീട്ടിലുണ്ട്. ഞാൻ പാർവതിയെ കാണുന്നു, ഈ കഥ എങ്ങനെയാണ്, ഭാരതിയാവാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു, കഥ കേൾക്കുന്നു. അപ്പം പാർവതിയും ഇതേ എക്സൈറ്റഡ് ആവുന്നു, ഞാൻ ചെയ്യാമെന്ന് പറയുന്നു. അപ്പം പ്രൊഡക്ഷൻ ജോർജ് ഏട്ടനായിരുന്നു, മമ്മൂക്കയുടെ മാനേജറാണ് ജോർജ് ഏട്ടൻ, അവരാണ്. അപ്പം അവരിലോട്ടത് ഓക്കെ പാർവതിയാണ് ഭാരതി എന്ന ഒരു മെസ്സേജേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. അപ്പം ഈ പറയുന്ന ഡ്രാമയൊന്നുമില്ല, കൊടുക്കുന്നു, അവർ ഓക്കെ എന്ന് പറയുന്നു. അടുത്ത ഫോർമാറ്റിൽ എല്ലാ സിനിമയിലും സംഭവിക്കുന്ന പോലെ അവർ ശമ്പളം സംസാരിക്കുന്നു, അവർ ബാക്കി കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകുന്നു. പക്ഷേ ഈ പറയുന്ന ഈസി അല്ല എന്ന് ഞാൻ പറഞ്ഞത്, ഒരു സിനിമ ഉണ്ടാവുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അപ്പോൾ പ്രൊഡ്യൂസർ എന്ന് പറയുമ്പം ആദ്യം കുറച്ച് പേര് ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുണ്ടായിരുന്നു, അവരിൽ പലരും പല കാരണങ്ങൾ കൊണ്ട് പ്രശ്നം പറഞ്ഞു, അതിന് ഇടയിലൊക്കെ നിന്ന് പോയി, അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളും. പിന്നെ ഒരു സിനിമ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പല പല ക്രൈസിസുകളുണ്ട്, അതൊക്കെയും തരണം ചെയ്തും ഒക്കെ തന്നെയാണ് ഈ സിനിമ ഉണ്ടായിട്ടുള്ളത്. ഈ ആദ്യ സിനിമ എന്ന് പറയുമ്പോഴേ ആദ്യത്തെ സിനിമയാണ്, പ്രത്യേകിച്ച് ഒരു സ്ത്രീയാണ് ചെയ്യുന്നത്. പൊതുവേ മാർക്കറ്റിനൊക്കെ ഒരു കുറേ പ്രജുഡിസ്ഡ് കോൺസെപ്റ്റ് ഉണ്ടാവില്ലേ, പ്രത്യേകിച്ച് നമ്മൾ മുമ്പൊരു സിനിമ സ്വതന്ത്രമായി ചെയ്ത് ഉള്ളൊരു ഹിസ്റ്ററി ഇല്ലല്ലോ. അപ്പം അത് ആ രീതിയിലുള്ള ഏതെങ്കിലും പ്രജുഡിസ്ഡ് ആയിട്ടുള്ള മുൻവിധിയോട് കൂടിയിട്ടുള്ള സമീപനം ഇൻഡസ്ട്രിയിൽ നിന്നോ നമ്മൾ സമീപിച്ച താരങ്ങളിൽ നിന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരുന്നോ? താരങ്ങളിൽ നിന്നല്ല, എനിക്ക് കൂടുതലും പ്രൊഡ്യൂസേഴ്സ്, കാരണം ഞാനേ പ്രൊഡക്ഷനുള്ള ആളാണ്, എന്നിട്ടും ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം വലിയ താരങ്ങളുള്ള സിനിമയാണ്, അതിന് വലിയ ബഡ്ജറ്റ് വേണം, അവർക്കൊക്കെ ശമ്പളം കൊടുക്കണമല്ലോ. സോ സിനിമ ചെറുതാണെന്ന് ഞാൻ പറഞ്ഞാലും മറ്റ് ടെക്നീഷ്യൻസിന് ശമ്പളം കൊടുക്കണം. സോ അത് തന്നെ ഒരു വലിയ ബഡ്ജറ്റാണ്. അപ്പം ഞാൻ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മുമ്പ് ഈ കമ്പനി, അതായത് വേഫെയറർ ഫിലിംസ് ഏറ്റെടുക്കണതിൻ്റെ മുന്നേ ഞാൻ പല പ്രൊഡ്യൂസേഴ്സിനെയും കണ്ടു. അപ്പോൾ അവരൊക്കെയും ഈ ടീമിനോട് പറഞ്ഞത്, ഡയറക്ടർ ഒഴികെ ബാക്കി എല്ലാവരും ഞങ്ങൾക്ക് ഓക്കെയാണ് എന്ന് പറഞ്ഞു. അപ്പം പലവട്ടം അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരെ കൊണ്ട് പറ്റുമോ, മമ്മൂട്ടിയെ ഒക്കെ മേയ്ക്കാൻ എന്ന വാർഡാണ് ഉപയോഗിച്ചത്, അവർക്ക് പറ്റുമോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. പല ജെൻഡർ തന്നെയാണ് അതിൽ വിഷയം ഉറപ്പായിട്ടും. അതായത് അപ്പം ബാക്കി എല്ലാവരും ചെയ്യുന്നില്ലേ, മമ്മൂക്ക വെച്ച് എത്ര പേര് സിനിമ ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അത് ഇതിൻ്റെതെന്നല്ല, പൊതുവേ നമുക്ക് സിനിമയിൽ നിന്നൊന്നുമല്ല, നമ്മളൊരു വണ്ടി എടുത്ത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഹോൺ അടിച്ച് നമ്മളുടെ കോൺഫിഡൻസ് തകർക്കുക എന്നുള്ളത് നിങ്ങൾ പറയില്ലേ. അത് ഇവിടെ ഇത്രയും സ്ത്രീകൾ ഇരിക്കുന്നുണ്ടല്ലോ, നിങ്ങളൊരു വണ്ടിയായിട്ട് ആദ്യമായിട്ട് സ്കൂട്ടർ പഠിച്ചിട്ട് സ്കൂട്ടറായിട്ട് പുറത്തേക്ക് വയ്ക്കുമ്പോൾ ബാക്കിൽ നിന്ന് ഹോൺ അടിച്ച് കോൺഫിഡൻസ് കളഞ്ഞ് തിരിച്ച് വീട്ടിൽ വണ്ടി കൊണ്ടുപോയി ഇനി ഞാൻ ഓട്ടൂല എന്ന് വിചാരിക്കും. പക്ഷേ നാളെ പിറ്റേന്ന് നമ്മുടെ ആവശ്യം വരുമ്പോൾ നമ്മൾ വീണ്ടും വണ്ടി എടുത്ത് കയറണം. നമ്മുടെ ആവശ്യമായിരുന്നു അത് നമ്മളെ വീണ്ടും റോട്ടിലോട്ട് ഇറങ്ങാൻ പ്രേരിപ്പിച്ചത്. അല്ലാണ്ട് ഇവരാരും നമുക്ക് റോട്ടിലിറങ്ങുമ്പോൾ കോൺഫിഡൻസ് തന്നിട്ടോ സൈഡ് തന്നിട്ടോ നമ്മളെ ഇന്ന് കണ്ണാടി നമ്മൾ ട്രാഫിക്കിൽ പോയി നിൽക്കുമ്പോൾ കണ്ണാടി കൂടെ ഒന്ന് തുറച്ചു നോക്കിയിട്ടോ ഒന്നും നമ്മൾ പേടിച്ചാൽ നമ്മൾ നാളെ അത് ചെയ്യുമോ? ഇല്ലല്ലോ. സോ ഇതുപോലത്തെ പല കാരണങ്ങൾ, അത് അവരുടെ കുറ്റമൊന്നുമല്ല, അവർ ഇതാണ് അവരുടെ ശീലം. ആ ശീലത്തിൽ അവർ ചോദിക്കുന്ന ചോദ്യമാണ്, ഇവരെ കൊണ്ട് പറ്റുമോ, ഇവരെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുമോ, ഇവരെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ആ ചോദ്യം എൻ്റെ മുന്നിൽ വന്നിട്ടുണ്ട്. എനിക്ക് ഇത്രയും വലിയ താരങ്ങളെ വെച്ച് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. കാരണം അവർക്ക് കഥ അറിയില്ല, ഒന്നും അറിയില്ല. അപ്പോഴും തന്നെ പക്ഷേ ഈ ചോദ്യമാണ് ഫസ്റ്റ് വരുന്നത്, പറ്റുമോ എന്നുള്ളത്. അപ്പം ആ ചോദ്യം ഞാൻ നേരിട്ടിട്ടുണ്ട്. പക്ഷേ അത് നീ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞാൻ അടുത്ത വഴിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു.